എടാ രതീഷേ, എന്താടാ? എടാ 100 രൂപ പിരിവിടാ, നമുക്ക് ചെറുതടിക്കാം. ഇല്ലടാ, എനിക്ക് ഞാൻ ഇല്ല. ഞാനും ഇടാടാ. എടാ ഞാനിപ്പോ ഇറച്ചി മേടിച്ചിട്ട് കൊടുത്ത് ഇപ്പൊ വന്നേളാ. അപ്പൊ അത് കഴിഞ്ഞ് പെണ്ണുമ്പിള്ള പറയണേ അരിയില്ല, പഞ്ചാരയില്ല, കടുകില്ല, മുളകില്ല, ഉപ്പില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കടയിലേക്ക് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കണേ. അയ്യേ, അപ്പൊ നിനക്ക് ഭാര്യനെ പേടിയാണോ ശരിക്കും പറഞ്ഞ? പേടിയല്ല, ചെറിയൊരു ഭയം അല്ലേ? ഒരു ഭയം. ഈടെ എന്താണ് മീശം വെച്ചെടുക്കും? നമ്മളെ ആണുങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഭാര്യമാര് നമ്മളെ കണ്ട പേടിക്കണം. നമ്മള് വരച്ച വരയിൽ അവരെ നിർത്തണം, അറിയാമോ? നീ പറഞ്ഞപ്പോ ഇല്ലേ എനിക്ക് എന്തില്ലാത്തൊരു ശരീരത്തിലൊക്കെ എന്തോ. എന്റെ വീട്ടിലേ എന്റെ ഭാര്യക്ക് എന്നെ എന്ത് പേടിയെന്നറിയാമോ? നീ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. നമ്മള് വരച്ച വരെ നമ്മൾ നിർത്തണം, അല്ലാണ്ട് നീ എന്താണ് ഇങ്ങനെ മീശം വെച്ച് ധൈര്യം വേണം. അപ്പൊ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഞാൻ അവക്കടെ മുമ്പിൽ പെണ്ണുമ്പിള്ളേരെ കാണുമ്പോ പോവിച്ചാണ്. ഞാൻ പറഞ്ഞു ഇപ്പൊ നമുക്ക് 2 ചെറുതടിക്കാം. എന്നിട്ട് നീ വീട്ടിലോട്ട് കയറി ചെല്ലണം. ഭാര്യനെ ചോദിക്കണം, എടി ഞാനാണ് കടയിൽ പോകേണ്ടതെന്നൊക്കെ ചോദിക്കണം, പേടിപ്പിച്ച് നിർത്തണം കേട്ടാ. നമ്മള് പുരുഷന്മാരാണ്, അറിയില്ലേ? അതേപോലെ പവറായിരിക്കണം. അവിടെ ആര്? നിന്റെ വീട്ടില് ഭാര്യ നിന്നെ വിളിക്കാൻ. എന്റെ ഭാര്യ കണ്ടാ? എന്തായി? അതെ, ഞാനേ ഇപ്പൊ വരാട്ടാ. അല്ല, എന്റെ 100 രൂപ ഉണ്ട്, നമുക്ക് അടിക്കാവാ. പെയിന്റ് അടിക്കണ കാര്യമല്ലേ? പെയിന്റ് അടിക്കണല്ലേ? പെയിന്റ് അടിക്കണല്ലടാ, ഞാൻ എന്റെ 100 രൂപ പിരിവുണ്ട്, നമുക്ക് അടിക്കാവാ. ടൂർ പോണ ടൂർ പോവാ. അതിനെന്താ, ഞാനേ പോയിട്ട് പെട്ടെന്ന് ഇപ്പൊ വരാം. എന്താ കാര്യം? എന്താ? വേറൊന്നും കൊണ്ടല്ല, ഒരു 2 കിലോ അരി ഭാര്യക്ക് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു. മേടിച്ചു കൊടുത്തില്ലെങ്കിൽ അവള് പ്രശ്നം ഉണ്ടാക്കും. ഈടെ എന്താണ് മീശം വെച്ചെടുക്കും? നമ്മളെ ആണുങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഭാര്യമാര് നമ്മളെ കണ്ട പേടിക്കണം. നമ്മള് വരച്ച വരയിൽ അവരെ നിർത്തണം, അറിയാമോ? ഭാര്യമാര് നമ്മളെ കണ്ട പേടിക്കണം. നമ്മള് വരച്ച വരയിൽ അവരെ നിർത്തണം, അറിയാമോ?